5 മണി വാർത്തയിലേക്ക് വിശദമായി. തിരുവനന്തപുരം നെടുമങ്ങാട് സൂര്യഗായത്രി കൊലക്കേസിൽ പ്രതി അരുണിന് ജീവപര്യന്തം തടവ്, 5 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. വി വിനോദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്തായിരുന്നു, എന്നായിരുന്നു നടന്നത്? എന്തോ 2021 കേസിന് സ്വളവായ സംഭവം നടന്നത്. സൂര്യഗായത്രിയുടെ നെടുമങ്ങാടുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയാണ് പേരാട് സ്വദേശിയായ അരുൺ യുവതിയെ കുത്തിക്കൊലപ്പെടുത്തുന്നത്. നേരത്തെ തന്നെ വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നു. എന്നാൽ പെൺകുട്ടി ഇതിനെ എതിർത്തു. സൂര്യഗായത്രിക്ക് പിന്നീട് മറ്റൊരു വിവാഹം നടക്കുകയും അത് വിവാഹമോചിതയാവുകയും ചെയ്തു. ഇതിനുശേഷം സൂര്യഗായത്രി മാതാപിതാക്കളോടൊപ്പം നെടുമങ്ങാട് വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഈ സമയത്ത് അരുൺ അവിടേക്ക് എത്തുകയും കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് 33 കുത്തുകൾ ശരീരത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. കൊലപാതക ശ്രമം, വീട് അതിക്രമിച്ച് കിടക്കും തുടങ്ങിയ വകുപ്പുകൾ, ആ കുറ്റങ്ങൾ പ്രതിക്കുമേൽ നിലനിൽക്കും എന്ന കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയുമാണ് പ്രതിക്ക് ശിക്ഷയായി വിധിച്ചത്. എന്തോ വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. സൂര്യഗായത്രി കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയും പിഴയും വിധിച്ച് കോടതി. ഡോക്ടർ സജി ഗോപിനാഥ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറാകും. സജി ഗോപിനാഥ് നാളെ ചുമതലയേൽക്കും. നിലവിൽ ഡിജിറ്റൽ സർവകലാശാല VC-യാണ് സജി ഗോപിനാഥ്. സിസ തോമസ് വിരമിച്ച സാഹചര്യത്തിലാണ് ഗവർണറുടെ തീരുമാനം. പ്രസവിച്ച് 8ാം നാൾ ജീവനക്കാരിയെ വിളിച്ചു വരുത്തിയ സംഭവത്തിൽ നടപടിയുമായി കേരള സർവകലാശാല. ഡെപ്യൂട്ടി രജിസ്ട്രാർ DS സന്തോഷ് കുമാറിനെ സ്ഥലം മാറ്റി. വിഷയം വിശദമായി അന്വേഷിക്കാൻ 3-അംഗ സബ് കമ്മിറ്റിയെ സിൻഡിക്കേറ്റ് നിയോഗിച്ചു. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി. ന്യൂസ് 18 ഇംപാക്റ്റ് ആയിട്ടാണ് ഈ നടപടി എത്തുന്നത്. പ്രസവിച്ച് 8ാം നാൾ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയും ഏറെ നേരം ഓഫീസിൽ നിർത്തുകയും ചെയ്തുവെന്ന് ന്യൂസ് 18 നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ ഒരു ഫലമുണ്ടായിരിക്കുന്നു. വാർത്ത ഇടപെടലാകുന്നു. ഐശ്വര്യ അനിൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഐശ്വര്യ, ന്യൂസ് 18 ഇമ്പാക്റ്റ് ആണ്. ഇദ്ദേഹത്തിനെ അന്വേഷണ വിധേയമായിട്ടാണോ ഈ സ്ഥലം മാറ്റം നടത്തിയിരിക്കുന്നത്? തീർച്ചയായും അത്തരത്തിൽ വേണം നമുക്കിതിനെ വിലയിരുത്താൻ. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ പ്രസവിച്ച 8ാം നാൾ ഒരു ജീവനക്കാരിയെ വിളിച്ചു വരുത്തുകയും ഒപ്പം തന്നെ ഈ ജീവനക്കാരി സർവകലാശാലയിൽ എത്തിയ ശേഷം ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ട അവസ്ഥയും ഒക്കെ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ന് സിൻഡിക്കേറ്റ് ചേർന്ന് ഔട്ട് ഓഫ് അജണ്ടയായി തന്നെ വിഷയം ഉന്നയിച്ച് ഇതിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അന്വേഷണ വിധേയമായി ഡെപ്യൂട്ടി രജിസ്ട്രാർ DS സന്തോഷ് കുമാറിനെ മാറ്റി നിർത്തണം, സ്ഥലം മാറ്റണം എന്നുള്ളതായിരുന്നു തീരുമാനം. കാര്യവട്ടം ക്യാമ്പസിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അതിന് പുറമെ ഇത് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം പൂർത്തിയാക്കി അതിനുവേണ്ടി 3-അംഗ സബ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ഈ വിഷയം കൃത്യമായി അന്വേഷിച്ച് അടിയന്തരമായി VC-ക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് ഇന്ന് സിൻഡിക്കേറ്റിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം. എന്തായാലും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഐശ്വര്യ അനിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ന്യൂസ് 18 ഇമ്പാക്ട്. മുഖ്യമന്ത്രിക്ക് താൽക്കാലിക ആശ്വാസം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തുവെന്ന കേസ് ഫുൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ട ലോകായുക്ത. കേസിൽ ലോകായുക്തയ്ക്കും ഉപലോകായുക്തയ്ക്കും ഭിന്നാഭിപ്രായം ഉണ്ടായതിനാലാണ് 3-അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടത്. മന്ത്രിസഭാ തീരുമാനത്തിൽ അന്വേഷണത്തിന് ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിലായിരുന്നു ഭിന്നാഭിപ്രായം. നിയമ പോരാട്ടം തുടരുമെന്ന് ഹർജിക്കാരനായ RS ശശികുമാർ പറഞ്ഞു. ലോകായുക്ത സിറിയക് ജോസഫും ഉപലോകായുക്ത ഹാറൂൺ ഉൽ റഷീദും ഉൾപ്പെട്ട ബെഞ്ചാണ് രാഷ്ട്രീയ കേരളം ഏറെ കാത്തിരുന്ന കേസിൽ വിധി പ്രഖ്യാപിച്ചത്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആർക്ക് തുക അനുവദിക്കണമെന്നത് മന്ത്രിസഭയുടെ വിവേചനാധികാരമാണെന്നായിരുന്നു തുടക്കം മുതൽ സർക്കാരിന്റെ വാദം. ഈ അധികാരപരിധി സംബന്ധിച്ച് തന്നെയായിരുന്നു ലോകായുക്തയും ഉപലോകായുക്തയുമായി വ്യത്യസ്ത അഭിപ്രായമുണ്ടായത്. ഹർജിയിലെ ആരോപണങ്ങളുടെ മെരിറ്റ് സംബന്ധിച്ചും ഭിന്നാഭിപ്രായമുണ്ടായെന്ന് വിധിയിൽ വ്യക്തമാക്കുന്നു. കോടതികളെ സമ്മർദ്ദത്തിലാക്കുന്ന തന്ത്രം ഈ കേസിലും ഉണ്ടായെന്ന ആരോപണമാണ് ഹർജിക്കാരൻ ഉയർത്തുന്നത്. അടിയന്തരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫൈനൽ വിധി വന്നിട്ടില്ല. അപ്പോൾ 3-അംഗ ബെഞ്ചിലേക്ക് വിടുന്നുണ്ട്. ആ 3-അംഗ ബെഞ്ച് ഡിലേ വരുത്താൻ പാടില്ല. കാരണം 2018 കൊടുത്ത കേസ് 5-ാമത്തെ വർഷമായി. ഇനി നീണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് അടിയന്തരമായി ബെഞ്ച് ഹിയർ ചെയ്യണം. ഹിയർ ചെയ്ത് സമയബന്ധിതമായി ഈ കേസിൽ ഡിസ്പോസ് ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സമീപിക്കും.
സിറിയക് ജോസഫിനും ഹാറൂൺ ഉൽ റഷീദിനും പുറമെ ബാബു മാത്യു പി ജോസഫും കൂടി ഉൾപ്പെട്ട ബെഞ്ചാകും കേസിൽ ഇനി വാദം കേൾക്കുക. കേസ് എന്നു പരിഗണിക്കണമെന്ന് ലോകായുക്ത തീരുമാനിക്കും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏറെ വിവാദമായ പാറ്റൂർ ഭൂമി ഇടപാടും ലോകായുക്തയിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഫുൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു. മന്ത്രിസഭാ തീരുമാനത്തെ ചോദ്യം ചെയ്യാനും അതിൽ അന്വേഷണം നടത്താനും ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ ലോകായുക്തയിൽ ഭിന്നാഭിപ്രായമുണ്ടായത് സർക്കാരിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഫുൾ ബെഞ്ചിന് വിട്ടതോടുകൂടി 2018 ഫയൽ ചെയ്ത കേസിൽ അന്തിമ വിധി ഇനിയും വൈകും. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. അന്തിമമല്ല എങ്കിലും സർക്കാരിനും CPM-നും ഏറെ ആശ്വാസം നൽകുന്നതാണ് ലോകായുക്തയുടെ വിധി. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂല പരാമർശം മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായിരുന്നുവെങ്കിൽ സർക്കാർ പ്രതിസന്ധിയിലാകുമായിരുന്നു. അതേസമയം വിചാരണ ഘട്ടത്തിലൊന്നും ഉണ്ടാകാത്ത ഭിന്നാഭിപ്രായം ലോകായുക്തയിൽ ഉണ്ടായത് സംശയത്തോടെ കാണുന്നവരും ഏറെയുണ്ട്. സർക്കാരിനും മുഖ്യമന്ത്രിക്കും താൽക്കാലിക ആശ്വാസം. വിധി എതിരായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ രാജിക്ക് വരെ വഴി തുറന്നേനെ. 4 വർഷത്തിലേറെ എടുത്താണ് കേസിൽ വാദം പൂർത്തിയായത്. വിധി പറയാൻ പിന്നെയും 1 വർഷമെടുത്തു. ഫുൾ ബെഞ്ചിന് വിട്ടതിനാൽ അന്തിമ വിധിക്ക് ഇനിയും വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. ഈ സർക്കാരിന്റെ കാലത്ത് വിധിയുണ്ടാകുമെന്ന കാര്യത്തിലും ഉറപ്പില്ല. ലോകായുക്തയുടെ അമിതാധികാരം ഒഴിവാക്കാനാണ് പുതിയ നിയമനിർമ്മാണത്തിന് നിർബന്ധിതമായതെന്നായിരുന്നു സർക്കാർ ഭാഷ്യം. ഹർജിയിൽ ചോദ്യം ചെയ്തതും അതുതന്നെ. ആ വാദം ഭാഗികമായെങ്കിലും അംഗീകരിക്കപ്പെട്ടതും സർക്കാരിന് നേട്ടമാണ്. വിധിയിൽ പറയുന്നത് ക്യാബിനറ്റിന്റെ തീരുമാനം പരിശോധിക്കാനുള്ള അധികാരം ലോകായുക്തയ്ക്കുണ്ടോ എന്ന പ്രശ്നം വിശാല ബെഞ്ച് പരിശോധിക്കണമെന്നാണ്. അതവർ പരിശോധിക്കട്ടെ, അത് വന്നതിന് ശേഷം നമുക്ക് പറയാം. അപ്പൊ ആ കാര്യമാണ്. കേസിന്റെ വിചാരണയുടെ ഘട്ടങ്ങളിൽ ഒന്നും ഉണ്ടാകാത്ത വ്യത്യസ്ത അഭിപ്രായം ഇപ്പോൾ എങ്ങനെയുണ്ടായി എന്ന ചോദ്യം ശക്തമാണ്. ലോകായുക്തയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കേസെന്ന വാദം പലതവണ സർക്കാർ ഭാഗം ഉന്നയിച്ചതാണ്. അതിൽ സംശയമുണ്ടായിരുന്നെങ്കിൽ വിധി പറയാൻ ഇത്രയും കാലതാമസം എന്തിനെന്നാണ് ചോദ്യം. ഇത് യഥാർത്ഥത്തിൽ ലോകായുക്തയെ ഭീഷണിപ്പെടുത്തി നേടിയ ഒരു വിധിയാണ് എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. നിയമസഭ പാസാക്കിയ ലോകായുക്ത ഭേദഗതി ബില്ലിൽ ഗവർണറുടെ തീരുമാനം വരുന്നതുവരെ വിധി വൈകിപ്പിക്കാൻ ശ്രമമുണ്ടായെന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. ഇപ്പോഴും ഇക്കാര്യത്തിൽ ഗവർണർ തീരുമാനമെടുത്തിട്ടില്ല. അന്തിമ വിധിക്ക് മുൻപ് സർക്കാരിന് അനുകൂലമായ തീരുമാനം ഗവർണർ എടുത്താൽ ലോകായുക്ത നടപടിക്രമങ്ങൾ അപ്രസക്തമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ലോകായുക്തയെ ഭീഷണിപ്പെടുത്തി നേടിയ വിധിയെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. ലോകായുക്തയുടെ വിശ്വാസ്യത തകർക്കുന്ന വിചിത്രമായ വിധിയാണുണ്ടായത്. ഉന്നത നീതിപീഠങ്ങൾ ഇടപെടണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ സംവിധാനമായ ലോകായുക്തയുടെ വിശ്വാസ്യത മുഴുവൻ തകർക്കുന്നതാണ് ഈ വിധി എന്ന് പറയുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ലോകായുക്തയെ ഭീഷണിപ്പെടുത്തി നേടിയ ഒരു വിധിയാണ് എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നിൽ ഇത് അനന്തമായി നീണ്ടുപോവുക, ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലാതാകുന്ന ദിവസം വരെ ഇത് നീണ്ടുപോവുക. 1. 2, അതിനിടയിൽ കാരണം ഗവർണറുമായിട്ട് ഏത് സമയത്ത് സെറ്റിൽമെന്റ് ഉണ്ടാവാം. ഗവർണർ ലോകായുക്ത ബില്ലിൽ ഒപ്പുവയ്ക്കുക. അപ്പൊ പിന്നെ എന്ത് വിധി വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. ലോകായുക്തയുടെ പല്ലും നഖവും കൊഴിച്ചു കളയുന്ന ഭേദഗതിയാണിത്. ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു അഴിമതി നിരോധന സംവിധാനത്തെക്കുറിച്ച് ആളുകൾക്കുള്ള മുഴുവൻ വിശ്വാസവും തകർന്നു. ഇപ്പൊ തന്നെ പോയി. ഉന്നത നീതിന്യായ പീഠങ്ങൾ ഗൗരവതരമായി ഇടപെടേണ്ട ഒരു കേസാണ്. ഒരു സംവിധാനത്തിൽ, ലോകായുക്ത പോലുള്ള ഒരു സംവിധാനത്തിൽ ഇത്രയും ഒരു പരസ്യമായി ജനങ്ങളെ മുഴുവൻ ഇതിൽ ഉള്ള വിശ്വാസം മുഴുവൻ തകർന്നു പോകുന്ന തലത്തിലേക്ക് ഈ വിധി പോയിരിക്കുകയാണ്. ഈ വിധി അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇത് വിചിത്രമായ വിധിയാണ്. ലോകായുക്തയ്ക്ക് മുൻപിലുള്ളത് സത്യസന്ധമായ കേസാണെന്നും ലോകായുക്ത വിധി വൈകിച്ചത് തെറ്റാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫുൾ ബെഞ്ചിന് വിട്ടാലും മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മുഖ്യമന്ത്രി കുറ്റക്കാരനാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫുൾ ബെഞ്ചിന് വിട്ടാൽ പോലും അവരിൽ നിന്നൊന്നും മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വളരെ ക്ലിയർ കേസാണിത്. ഈ കേസ് ഏത് നിയമത്തിന്റെ ബാലപാഠം അറിയാവുന്ന ഏതൊരു വ്യക്തി പരിശോധിച്ചാലും അത് ശിക്ഷാർഹമാണ് എന്ന് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഫുൾ ബെഞ്ച് പരിശോധിച്ചാലും ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മുഖ്യമന്ത്രി കുറ്റക്കാരനാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നിയമസഭയിൽ അമെന്റ്മെന്റ് കൊണ്ടുവന്നത്. ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് അത് നിർത്തുകയാണ് കേന്ദ്രം ചെയ്തത്. പിന്നീട് ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് പണം അനുവദിച്ചപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് 10ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഓരോ പ്രാവശ്യവും കുറഞ്ഞു വന്ന് നേരെ പകുതിയായി ഈ വർഷം. 10ാം ധനകാര്യ കമ്മീഷന്റെ സമയത്തുണ്ടായിരുന്ന തുക തന്നെ കിട്ടുകയായിരുന്നെങ്കിൽ
18,000 കോടി രൂപ അതിനെ ഇപ്പൊ കിട്ടുന്ന ഡബിൾ കിട്ടിയല്ലേ, കാരണം ഇപ്പൊ 1.92 ഉള്ളൂ. അത്രയും കിട്ടിയില്ലേ പോലും 10-15,000 കോടിയെങ്കിലും അക്കാര്യത്തിനകത്ത് കുറവ് വന്നിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് വന്നിരുന്ന ഒരു പ്രത്യേക ഗ്രാന്റ് അതും ഈ വർഷം അതിന്റെ ഭാഗമായിട്ടൊരു 7,000-8,000 കോടി കുറഞ്ഞു. പിന്നെ കടമെടുക്കാനുള്ള പരിധി കഴിഞ്ഞ വർഷത്തെക്കാളും 0.5% ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്, ഓരോ വർഷം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ കിഫ്ബിയുടെ പേരിലെടുത്തിട്ടുള്ള ലോണുകൾ, അതുപോലെ പെൻഷൻ കമ്പനിയുടെ പേരിലെടുത്തതും അതും നമ്മുടെ ബോറോയിങ്ങിൽ നിന്ന് വെട്ടിക്കുറച്ചു. കഴിഞ്ഞ വർഷം ശമ്പള പരിഷ്കരണം നേരത്തെ കഴിഞ്ഞ ഒന്നാം LDF ഗവൺമെന്റ് നടത്തിയ ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് അന്ന് DA കൊടുക്കാത്തതൊക്കെ കുറെ DAകൾ ഒരുമിച്ചാണ് മെർജ് ചെയ്തത്. ആ DA എല്ലാം കഴിഞ്ഞ വർഷമാണ് മെർജ് ചെയ്തത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രഷറിയിലേക്ക് അല്ലെങ്കിൽ PF-ലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള പണം മുഴുവൻ നമ്മുടെ ബോറോയിങ് ആയി കണക്കാക്കി അതും കുറച്ചു. ഇത് കൂടാതെ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് 3-ാം തീയതി, 2-ാം തീയതിയാണ് 2,700 കോടിയും വെട്ടിക്കുറച്ചു. ഇങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ വലിയ തോതിൽ 40,000 കോടിയോളം രൂപയുടെ പലതരത്തിലുള്ള കുറവ് വന്നു. ആകെ 1,20,000 കോടിയോളം രൂപ കടം ഒഴിച്ചു വരുന്നൊരു സ്ഥലത്തായതെന്ന് ആലോചിക്കണം. അത്രയൊരു കുറവ് വരുമ്പോൾ നിങ്ങൾ പല പത്രങ്ങളും ഇപ്പോൾ ചോദ്യം ചോദിക്കുന്ന സുഹൃത്തുക്കളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു, ഈ മാർച്ച് മാസത്തിൽ അല്ല ഈ ജനുവരി മുതൽ ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ട്രഷറി അടച്ചുപൂട്ടും. വാസ്തവത്തിൽ കണക്കുകൾ വെച്ചിട്ട് അവർ പറഞ്ഞത് തെറ്റൊന്നുമല്ല. അത്രയേറെ BJP ഗവൺമെന്റിന്റെ സമീപനത്തിന്റെ ഭാഗമായി സാമ്പത്തികമായി സംസ്ഥാനത്തിന്റെ ഖജനാവിനെ ബുദ്ധിമുട്ടിലാക്കി നമുക്ക് ശമ്പളം ഉൾപ്പെടെ കൊടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഒരു വലിയ ക്രൈസിസ് എത്തിച്ചേരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അങ്ങനെയായിരുന്നു നയം. കാരണം ഒറ്റയടിക്ക് ഇത്രയും പണം കുറച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? 1/3 കിട്ടുന്ന പണം കുറഞ്ഞാൽ. അവിടെ ഇത് നമ്മൾ മാനേജ് ചെയ്തു. ഇപ്രാവശ്യം ഇന്ന് അഭിമാനത്തോടെ പറയട്ടെ, 20,000 കോടി രൂപയിലധികം ഈ മാർച്ച് മാസത്തിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞു. അത് സ്പെൻഡിങ് പൂർണ്ണമാകുമ്പോൾ ഇന്ന് രാത്രിയിലെ കണക്ക് വരുമ്പോൾ നമുക്ക് പിന്നീട് പറയാം. ഇന്ന് രാത്രി വരെയും 12 മണി വരെയും ട്രഷറി ഓഫീസിലൊക്കെ അവരിയ്ക്കുന്നു, 12 മണി വരെയും ബില്ലുകൾ പാസ്സാക്കുകയാണ്. ഏറ്റവും കുറഞ്ഞത് 20,000 കോടിയെങ്കിലും മാർച്ച് മാസത്തിൽ സ്പെൻഡിങ് വരും. ഇത്രയും വലിയ ബുദ്ധിമുട്ട് വരുന്നൊരു സമയത്താണ് അത് കുറേ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ കൂടി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും ട്രഷറിയും ഉദ്യോഗസ്ഥന്മാരും എല്ലാം മാനേജ് ചെയ്യുന്ന വളരെ കൃത്യമായൊരു മാനേജ്മെന്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഞാൻ പറഞ്ഞു, ചരിത്രത്തിലെ ഏറ്റവും വലിയ വെട്ടിക്കുറവാണ് കേന്ദ്രം വരുത്തിയത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ വരുമാനം നമ്മുടെ ടാക്സ് കളക്ഷൻ എഫക്റ്റീവായിട്ട് വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയൊരു വരുമാന വർധനവും ഈ കഴിഞ്ഞ 2 വർഷം വന്നിട്ടുണ്ട്. അത് കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും, കോവിഡ് സമയം വല്ലാത്ത തകർച്ചയുടെ സമയമായിരുന്നല്ലോ, നിങ്ങൾക്കറിയാം. കോവിഡ് കാരണം വലിയ തോതിൽ നമ്മുടെ എക്കണോമി തകർന്നിരുന്നു. അത് കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ 2021 മാർച്ചിൽ നമ്മുടെ ആകെ വരുമാനം 47,000 കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമായിരുന്നു. എല്ലാം കൂടി ഞാൻ പറഞ്ഞ ഓൺ ടാക്സ് ആണ്, ടാക്സ് റവന്യൂ ആണ്. 2022 മാർച്ച് ആയപ്പോൾ അത് 58,000 കോടിയായി. ഈ വർഷം അത് ഏകദേശം 70,000 കോടിയാകും എന്നാണ് കണക്ക്. ചെറിയ വ്യത്യാസം വരും. അപ്പൊ അങ്ങനെ അത് മാത്രം നോൺ ടാക്സ് റവന്യൂ കൂടാതെ നല്ലതുപോലെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. വളരെ അപൂർവം സ്റ്റേറ്റുകൾ മാത്രമേ കേരളത്തെക്കാളും കൂടുതൽ ഇക്കാര്യത്തിനകത്ത് പെർഫോം ചെയ്തിട്ടുള്ളൂ. നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റി. ആ പണം കൂടി 10-26,000 കോടി രൂപയിലധികം നമുക്ക് അങ്ങനൊരു ഇൻകം കൂടി കൃത്യമായി കളക്ട് ചെയ്ത് വരാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ കേരളത്തിൽ ശമ്പളവും ഈ ബില്ലുകളും എല്ലാം കൊടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള ആ കാര്യം വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനകത്ത് കേരളത്തിലെ ജനങ്ങളെ ആകെ അഭിനന്ദിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം നമ്മുടെ എല്ലാം കൂടിയാണ് ഈ കാര്യം, അല്ലാതെ സംസ്ഥാന ഗവൺമെന്റിന്റെയോ അതിനകത്ത് ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന നിലയിൽ എന്റെ വ്യക്തിപരമായ കാര്യമോ കുറെ ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമോ അല്ല. കേരളത്തിനെ ആകെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വന്നു. അങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മളിത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. കഴിഞ്ഞ 3 മാസക്കാലമായി ട്രഷറി അടച്ചുപൂട്ടുമെന്നും ശമ്പളം കൊടുക്കാൻ കഴിയില്ലെന്നും പല ബില്ലുകളും കൊടുക്കാൻ കഴിയില്ലെന്നുള്ള വലിയ ഒരു ആശങ്ക, വാർത്തകൾ ആശങ്ക കൊണ്ടുണ്ടായത്. അത് കുറ്റമൊന്നും ഞാൻ ആരെയും പറയുന്നില്ല, ആ ആശങ്ക അടിസ്ഥാനം ഉണ്ടായിരുന്നു. ധനമന്ത്രി ബാലഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഡോക്ടർ സിസ തോമസിനെതിരെ തൽക്കാലം അച്ചടക്ക നടപടിയില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കുറ്റാരോപണ പത്രിക നൽകി. 15 ദിവസത്തിനകം സിസ തോമസ് മറുപടി നൽകണം. നന്ദകുമാർ ചേരുന്നു. വിശദാംശങ്ങളുമായി നന്ദകുമാർ, നടപടിയെടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കാണോ പോകുന്നത്? തീർച്ചയായും സർക്കാർ നടപടി നേരത്തെ കടുപ്പിക്കുമെന്നായിരുന്നു സൂചന ലഭിച്ചിരുന്നത്. പക്ഷേ സിസ തോമസിന്റെ തൽക്കാലം സസ്പെൻഷൻ നടപടിയിലേക്ക്, ഒരു കടുത്ത നടപടിയിലേക്ക് കടക്കണ്ട എന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. എന്തായാലും അച്ചടക്ക നടപടി തൽക്കാലം ഒഴിവാക്കിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കുറ്റാരോപണ പത്രിക ഇപ്പോൾ സിസ തോമസിന് നൽകിയിരിക്കുകയാണ്. മെയിൽ വഴി ഈ ഒരു കുറ്റാരോപണ പത്രിക ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. 15 ദിവസത്തിനകം സിസ തോമസ് ഇതിന് മറുപടി നൽകണം. ഈ മറുപടി ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും സർക്കാർ ഇനിയൊരു തുടർ നടപടി ലഭിക്കുക. എന്തായാലും ഇതിൽ JD
ചുമതല നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയതായും സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. ഫയലുകൾ തീർപ്പാക്കുന്നതിൽ കാലതാമസം വരുത്തി, ഫയലുകൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തു. അതോടൊപ്പം തന്നെ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നും ഒരു കുറ്റാരോപണ പത്രിക നൽകി അതിന് സിസാ തോമസിന്റെ മറുപടി ലഭിച്ച ശേഷം മാത്രം തുടർ നടപടിയിലേക്ക് നീങ്ങാമെന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു തീരുമാനം. ഡോക്ടർ സിസാ തോമസിനെതിരെ തൽക്കാലം അച്ചടക്ക നടപടിയില്ല. വിശദാംശങ്ങളാണ് നന്ദകുമാർ നൽകിയത്. ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ എതിർക്കുന്നതിൽ കോൺഗ്രസിന് ചാഞ്ചാട്ടമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കൾക്കെതിരായ ഏജൻസികളുടെ പ്രവർത്തനത്തെ മാത്രമേ എതിർക്കുന്നുള്ളൂ. കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ഇടപെടലിനെ വാനോളം പുകഴ്ത്തുകയാണ്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഉറപ്പായും LDF എതിരായി മത്സരിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അവര് കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തെ മാത്രമേ അവർക്ക് പ്രതിരോധിക്കേണ്ടതുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുക. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും നേതാക്കൾക്കുമെല്ലാം എതിരായിട്ടെടുക്കുന്ന സമീപനങ്ങളെ വാനോളം പുകഴ്ത്താനാണ്, അത്തരത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെടാനാണ് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കൈമാറണമെന്ന ഉത്തരവ് ഗുജറാത്ത് ഹൈക്കോടതി റദ്ദാക്കി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2016 ഗുജറാത്ത് സർവകലാശാലയ്ക്ക് നൽകിയ നിർദ്ദേശമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് 25,000 രൂപ പിഴ ഹൈക്കോടതി ചുമത്തി. ഗുജറാത്ത് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബീരൻ വൈഷ്ണവിന്റേതാണ് ഉത്തരവ്. 1978 ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ബിരുദവും 1983 ഡൽഹി സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയെന്നാണ് മോദിയുടെ തെരഞ്ഞെടുപ്പ് രേഖകളിൽ പറയുന്നത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യമില്ല. ജാമ്യാപേക്ഷയിൽ റോസ് അവന്യൂ കോടതി പ്രത്യേക കോടതി ജഡ്ജി MK നാഗ്പാലിന്റേതാണ് വിധി. ജാമ്യാപേക്ഷയെ CBI എതിർത്തിരുന്നു. ജാമ്യം നൽകിയാൽ കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നും തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു CBIയുടെ വാദം. കസ്റ്റഡിയിൽ കഴിയേണ്ട സാഹചര്യമില്ലെന്നും ചോദ്യം ചെയ്യൽ ഘട്ടം കഴിഞ്ഞതാണെന്നും സിസോദിയുടെ അഭിഭാഷകൻ വാദിച്ചു. ചോദ്യം ചെയ്യലിനായി ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയ സിസോദിയെ ഫെബ്രുവരി 26 അറസ്റ്റ് ചെയ്തത്. തുടർന്ന് മദ്യനയവുമായി ബന്ധപ്പെട്ട ED കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 മണി വാർത്തയിലേക്ക് വീണ്ടും. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. ആഘോഷവേദിയിൽ അവഗണിച്ചുവെന്ന് തുറന്നടിച്ച് K മുരളീധരൻ രംഗത്തെത്തി. മുൻനിരയിൽ സീറ്റ് നൽകാത്തതിനെതിരെ ശശി തരൂരും കടുത്ത അതൃപ്തിയിലാണ്. KPCC അധ്യക്ഷൻ മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. കേരളത്തിലെ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കുമെന്നാണ് KC വേണുഗോപാലിന്റെ മറുപടി. പാർട്ടി ചരിത്ര സംഭവമായി നടത്തിയതാണ് വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷം. എന്നാൽ ഈ വേദി കോൺഗ്രസിലെ പൊട്ടിത്തെറിക്ക് കാരണമായി മാറി. വേദിയിൽ പ്രസംഗിക്കാൻ പോലും ക്ഷണിക്കാതെ അവഗണിച്ചെന്ന് K മുരളീധരൻ തുറന്നടിച്ചു. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ എല്ലാം അവസാനിപ്പിക്കുന്നതായും K മുരളീധരൻ. പാർട്ടിക്ക് എന്റെ സേവനം ആവശ്യമില്ല എന്ന് തോന്നിയാൽ അറിയിച്ചാൽ മതി, ഞാൻ തുറന്നു നിലയ്ക്കില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് KC വേണുഗോപാലിനോടും പറഞ്ഞിട്ടുണ്ട്, സുധാകരനോടും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഒഴിഞ്ഞാൽ അത്രയും സുഖമെന്ന് കരുതുന്നവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിപ്പോ ഈ കച്ചേരി നിർത്തിയവരോട് വീണ്ടും പാട്ട് പാടുന്നു ചോദിക്കുന്ന പോലെ. ശശി തരൂരിന് 2ാം നിരയിലാണ് ഇരിപ്പിടം കിട്ടിയത്. കോൺഗ്രസ് പ്രസിഡന്റ് പോയി കഴിഞ്ഞ ശേഷമാണ് സംസാരിക്കാൻ അവസരം ലഭിച്ചത്. ഇതോടെ തരൂരും വേദി വിട്ടു. അതേസമയം വിവാദങ്ങളിൽ KPCC പ്രസിഡന്റ് പ്രതികരിക്കുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 25,000-ലധികം ആളുകൾ അവിടെ എത്തി. അതുകൊണ്ട് നമുക്ക് അവിടെ മുഴുവൻ ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ളത് സത്യമാണ്. ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് KPCC പ്രസിഡന്റാണ്. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, സംഘടനാപരമായി അവസാന വാക്ക് KPCC പ്രസിഡന്റിനാണ്. അദ്ദേഹം പറയും. പ്രശ്നങ്ങൾ കേരളത്തിൽ പരിഹരിക്കുമെന്ന് KC വേണുഗോപാൽ. അത് ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ട്, അവരൊക്കെ സംസാരിച്ച് പരിഹരിച്ചു പോകേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ചു പോകും. സമയക്കുറവ് മൂലമാണ് മുരളീധരന് പ്രസംഗിക്കാൻ അവസരം ലഭിക്കാതിരുന്നതെന്ന് കോട്ടയം DCCയുടെ വിശദീകരണം. ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സമ്മേളനവേദിയിൽ പ്രസംഗിച്ചിരുന്നു. ന്യൂസ് 18 കോട്ടയം. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയിൽ കോൺഗ്രസ് നിയമ സംവിധാനത്തെ ചോദ്യം ചെയ്യുകയാണെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. അതുകൊണ്ടാണ് അപ്പീൽ നൽകാൻ തയ്യാറാകാത്തത്. ഇപ്പോൾ വലിയ വീരസ്യം പറയുന്ന രാഹുൽ ഗാന്ധി മുൻപും മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് V മുരളീധരൻ പരിഹസിച്ചു. കാരണം കോടതികളെ, രാജ്യത്തെ നിയമ സംവിധാനത്തെ എല്ലാവരും അംഗീകരിക്കണം. ആ നിയമ സംവിധാനത്തിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് മേൽക്കോടതിയെ സമീപിക്കുകയാണ്. കോൺഗ്രസ് മേൽക്കോടതിയെ സമീപിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല.
ഒരാഴ്ച കഴിഞ്ഞു വിധി വന്നിട്ട്. അപ്പോൾ കോടതി സംവിധാനത്തെ, നിയമ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുക. വിമാന ചാർജ് കുറയ്ക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ എംപിമാരെ വിളിച്ച് ഇക്കാര്യം നേരത്തെ ചർച്ച ചെയ്തിരുന്നു. പരിഹാരമുണ്ടാക്കാൻ ശ്രമം തുടരുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഭാര്യയും ഭർത്താവും മരിച്ച നിലയിൽ ബിജുവും ഭാര്യ ടിൻഡുവുമാണ് മരിച്ചത്. ഇവരുടെ 3 കുട്ടികൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് നിഗമനം. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് സ്റ്റാലിൻ ചേരുകയാണ്. സ്റ്റാലിൻ, അങ്ങേയറ്റം ദുഃഖാർത്ഥമായിട്ടുള്ളൊരു വാർത്ത, എന്താണ് സംഭവിച്ചത് ശരിക്കും? എന്തോ തികച്ചും ദുഃഖകരമായൊരു സംഭവമാണ് നമുക്ക് ഇടുക്കിയിൽ നിന്നും തരാനുള്ളത്. ഇടുക്കി കഞ്ഞിക്കുഴി ഈ പഞ്ചായത്തിലാണ് സംഭവം. കഞ്ഞിക്കുഴിയിലെ ഒരു കുടുംബത്തിലെ അഞ്ച് പേരാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതിൽ പിതാവും മാതാവും കഞ്ഞിക്കുഴി കാരാടിയിൽ ബിജു, ടിൻഡു എന്ന് പറയുന്ന 2 പേര് ആണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതേസമയം ഇവരുടെ 3 കുട്ടികൾ, 11 വയസ്സുള്ള പെൺകുട്ടിയും മറ്റ് 2 ആൺകുട്ടികളും, 8ഉം 2ഉം വയസ്സുള്ള 2 ആൺകുട്ടികളും ഉൾപ്പെടെ 5 പേരാണ് വിഷം കഴിച്ചത്. അതിൽ ഈ കുട്ടികളെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി. ഈ മൂത്ത കുട്ടി ഈ സംഭവം അപ്പൊ തന്നെ പുറത്ത് തൊട്ടടുത്തുള്ള വീട്ടിൽ ചെന്ന് പറയുകയായിരുന്നു, ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറയുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി ഈ കുട്ടികൾക്ക് ഉപ്പ് കലക്കി കൊടുത്ത് അവരെ ഛർദ്ദിപ്പിക്കുകയും അങ്ങനെ അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും മാതാവ് ബിജുവും മാതാവ് ടിൻഡുവും പിതാവ് ബിജുവും തത്സമയം തന്നെ മരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ഇവരുടെ ശരീരം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് 3 കുട്ടികളെ ഇടുക്കി മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് കഞ്ഞിക്കുഴിയിൽ നിന്ന് വി കെ സ്റ്റാലിൻ നൽകിയത്. ഒരു കുടുംബമാകെ കടബാധ്യതയിൽ ആത്മഹത്യാ ശ്രമം നടത്തി. അച്ഛനും അമ്മയും മരണപ്പെടുകയും ചെയ്തു. മറ്റു വാർത്തയിലേക്ക്. അരിക്കൊമ്പനെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് രാപ്പകൽ സമരം തുടരുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സമരത്തിൽ പങ്കെടുക്കുന്നു. അതിനിടെ ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണമുണ്ടായി. സിംഗുകണ്ടത്ത് 1 ഏക്കറോളം കൃഷിയിടം ആന നശിപ്പിച്ചു. അരിക്കൊമ്പൻ വിഷയത്തിൽ ജനങ്ങളുടെ പ്രശ്നം കേൾക്കാതെയുള്ളതായി കോടതി വിധിയെന്ന് മന്ത്രി കെ ശശീന്ദ്രൻ. 301 കോളനിയിൽ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന കാര്യം ആലോചനയിലില്ല. കോടതി നിശ്ചയിച്ച വിദഗ്ധ സമിതിക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ ആദരവും വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ജനങ്ങളെ ആശ്വസിപ്പിച്ച് കൂടെ നിർത്തിയാലല്ലാതെ ഇത്തരം പരിപാടികൾ വിജയിക്കാൻ പോകുന്നില്ല എന്നൊരു പരമമായ സത്യം നിയമത്തിനപ്പുറമുള്ളൊരു കാര്യമാണ്. ആ കാര്യത്തിൽ ഉദാരമായൊരു നിലപാട് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ്. മറ്റത് ഇനിയിപ്പോൾ 29-ാം തീയതി അല്ല, 5-ാം തീയതി എന്താ പറയുന്നത് നോക്കുക. നിയമപരമായ മറ്റെന്തെങ്കിലും പോരാട്ടം നടത്താനുള്ള വഴിയുണ്ടോ നോക്കാം. ഇപ്പോഴേ മുൻകൂട്ടി നമ്മൾ കോടതി വിധി ഗവൺമെന്റിനെതിരായിരിക്കും, വനംവകുപ്പിനെതിരായിരിക്കും എന്നൊരു നിഗമനത്തിൽ എത്തേണ്ട കാര്യമില്ലല്ലോ. അരിക്കൊമ്പൻ ദൗത്യത്തിനെത്തിയ കുങ്കിയാനകൾ ചിന്നക്കനാലിന്റെ ഭൂപ്രകൃതിയോട് ഇണങ്ങിക്കഴിഞ്ഞു. ദൗത്യത്തിനായുള്ള കാത്തിരിപ്പിനിടെ ആനയിറങ്കലിന്റെ ഓളങ്ങൾക്കൊപ്പം ഉല്ലസിക്കുകയാണ് കോന്നി സുരേന്ദ്രനും കുഞ്ചുവും. പതിവായി ഒരു നടത്തമുള്ള കോന്നി സുരേന്ദ്രനും കുഞ്ചുവിനും നാട്ടുകാഴ്ചകൾ കണ്ടിട്ടും വഴിയടി, പിന്നൊരു കുളി. ചിന്നക്കനാലിലെത്തിയിട്ടും ഈ ദിനചര്യകൾക്കൊന്നും മാറ്റമില്ല. ആനയിറങ്കലിലാണ് ഇപ്പോൾ നീരാട്ട്. തുമ്പിക്കൈയിൽ വെള്ളം നിറച്ച് ദേഹത്തു തളിച്ച് പാപ്പാന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് ചെവി കൂർപ്പിച്ച് അനുസരണയോടെ ആനയിറങ്കലിന്റെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ് ഇരുവരും. അരിക്കൊമ്പൻ ദൗത്യം തീരുമാനിച്ചിരിക്കുന്ന സിമന്റ് പാലത്താണ് കുങ്കിയാന താവളം. കൂട്ടാളികളായ വിക്രമിന്റെയും സൂര്യയുടെയും കൂട്ടുപിടിച്ച് അരിക്കൊമ്പനെ തളയ്ക്കാനുള്ള കാത്തിരിപ്പിലാണ് ഈ കരിവീരന്മാർ. കുളിയൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലാണ് കോന്നി സുരേന്ദ്രനും കുഞ്ചുവും.
ഒപ്പം വിക്രമും സൂര്യനുമുണ്ട്. ഇനി ദൗത്യത്തിനായുള്ള കാത്തിരിപ്പാണ്. ചിന്നക്കനാലിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. അട്ടപ്പാടിയിൽ വിദ്യാർത്ഥികളുമായി പോയ ജീപ്പിന് നേരെ കാട്ടാനയുടെ ആക്രമണം. മുക്കാലി ചിണ്ടക്കയിലാണ് സംഭവം. സ്കൂൾ അടച്ചതിനെ തുടർന്ന് മലമ്പുഴയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഊരിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കാട്ടാന ജീപ്പ് കുത്തിമറിച്ചിട്ടത്. തൊട്ടുപുറകെ എത്തിയ നാട്ടുകാരും വനംവകുപ്പ് ജീവനക്കാരും ഉടൻ തന്നെ കാട്ടാനയെ ഓടിച്ചതിനാൽ വലിയ ദുരന്തമൊഴിവായി. ജീപ്പിൽ 3 വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 6 പേരാണ് ഉണ്ടായിരുന്നത്. ജീപ്പ് മറിഞ്ഞതിനെ തുടർന്ന് ഇവർക്ക് നിസ്സാരമായ പരിക്കുകളേറ്റു. വിദ്യാർത്ഥികളെ പിന്നീട് വനംവകുപ്പിന്റെ വാഹനത്തിൽ ഊരിലെത്തിച്ചു. വയനാട്ടിൽ മുത്തങ്ങയിൽ കുങ്കിയാന ആക്കുവാൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന PM2നെയും കടുവകളെയും മോചിപ്പിക്കണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി. വയനാട്ടിൽ നിലവിൽ 5 കടുവകളെ നിയമവിരുദ്ധമായി തടവിലിട്ടിരിക്കുകയാണെന്നും അവയെ തുറന്നുവിടണമെന്നും ഹർജിയിലുണ്ട്. തൃശൂർ സ്വദേശിനി മിനി സുധിലാണ് ഹർജി നൽകിയിട്ടുള്ളത്. PT7 എന്ന ആനയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഇന്നലെ വാദം ആരംഭിച്ചിരുന്നു. മധുവിന് നീതി ലഭിക്കുമോ? അട്ടപ്പാടി മധു വധക്കേസിൽ പ്രോസിക്യൂഷൻ നടത്തിയ നിർണായക നീക്കങ്ങളിലൊന്നാണ് മജിസ്ട്രീരിയൽ റിപ്പോർട്ട് കൂടി പരിഗണിക്കണമെന്ന ആവശ്യം. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. സാധാരണഗതിയിൽ പോലീസ് സമർപ്പിക്കുന്ന കുറ്റപത്രത്തിന് പുറമെ സംഭവവുമായി ബന്ധപ്പെട്ട മജിസ്ട്രീരിയൽ റിപ്പോർട്ടുകൾ കോടതിയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരാൻ പ്രോസിക്യൂഷൻ ശ്രമിക്കാറില്ല. എന്നാൽ മധുവിന്റെ മരണം പോലീസ് കസ്റ്റഡിയിൽ ആണെന്ന വാദവുമായി പ്രതിഭാഗം രംഗത്തെത്തിയതോടെയാണ് പ്രോസിക്യൂഷൻ നിർണായക നീക്കം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 മജിസ്ട്രീരിയൽ അന്വേഷണങ്ങൾ നടന്നിരുന്നു. മധുവിൻ്റേത് കസ്റ്റഡി മരണമാണോ എന്നത് സംബന്ധിച്ച് ഒറ്റപ്പാലം സബ് കളക്ടറായിരുന്ന ജെറോമിക് ജോർജ് നടത്തിയ അന്വേഷണമാണ് ആദ്യത്തേത്. അന്നത്തെ മണ്ണാർക്കാട് മുനിസിപ്പൽ മജിസ്ട്രേറ്റായിരുന്ന M രമേശൻ പോലീസ് മർദ്ദനത്തിലാണോ മരണം എന്നതും അന്വേഷിച്ചിരുന്നു. ഈ 2 റിപ്പോർട്ടുകളും വിളിച്ചുവരുത്തണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം. കസ്റ്റോഡിയൽ ഡെപ്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നൊരു കേസിൽ 176(1)A എന്നുള്ളത് ഒരു മാൻഡേറ്ററി പ്രൊവിഷനാണ്. ഇവിടെ പ്രൊവിഷൻ കംപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്രൊവിഷൻ കംപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീജിയറലായിട്ടുള്ള സബ്മിഷൻ എന്നുള്ള ആ ഒരു പ്രൊസീജിയർ നടന്നില്ല. ആ ഒരു പ്രൊസീജിയറൽ ഡിഫോൾട്ട് കൊണ്ട് ഈ കേസിനൊരു ദോഷം സംഭവിക്കരുത് എന്ന് പ്രോസിക്യൂഷന് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, നിഷ്കർഷ ഉണ്ടായിരുന്നു, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ ഈ സംഗതി തെളിവ്. മജിസ്റ്റീരിയൽ അന്വേഷണ റിപ്പോർട്ടിന് തെളിവ് മൂല്യമില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. എന്നാൽ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ റൂളിംഗ് ചൂണ്ടിക്കാട്ടി ഇതിന് തെളിവ് മൂല്യമുണ്ടെന്ന് പ്രോസിക്യൂഷനും മറുവാദം ഉയർത്തി. പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. ബോംബെ ഹൈക്കോടതിയും മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചും ഓൺ സെയിം ഫുട്ടിങ്ങിലാണ്. ഇത് തന്നെ എവിഡൻഷ്യറി വാല്യൂ ഉണ്ടെന്നും ഇത് ഒരു എവിഡൻസിന്റെ ഭാഗമാക്കേണ്ടതെന്നും ഫൈനൽ റിപ്പോർട്ടിന്റെ ഭാഗമാകേണ്ടതാണെന്നും ഇത് ക്രോസ് എക്സാമിൻ ചെയ്യാനും കൊറോബറേറ്റ് ചെയ്യാനും ഈ റിപ്പോർട്ട് ഉപയോഗിക്കാമെന്നും അതിന് പുറമെ ഈ പറഞ്ഞ എൻക്വയറി റിപ്പോർട്ടിന് ശരിക്കും 164 സ്റ്റേറ്റ്മെന്റ് ഒരു മജിസ്ട്രേറ്റ് എടുക്കുന്നതിനുള്ള വാല്യൂ എന്താണോ അത് പോലെ തന്നെ ഒരു കൺഫെഷൻ, ഒരു ഡൈൻ ഡിക്ലറേഷന്റെ അതായത് മരണമൊഴിയുടെ ഒരു വാല്യൂ എന്താണോ ഉള്ളത് അതുപോലെ തന്നെ ഇതിനും ഒരു വാല്യൂ ഉണ്ട് എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. മജിസ്റ്റീരിയൽ അന്വേഷണ റിപ്പോർട്ടുകൾ വിളിച്ചുവരുത്തിയ കോടതി റിപ്പോർട്ട് തയ്യാറാക്കിയവരെ വിസ്തരിക്കുകയും ചെയ്തു. അങ്ങനെ പൊടി പിടിച്ചു കിടന്നിരുന്ന റിപ്പോർട്ടുകൾ വിചാരണയുടെ ഭാഗമായി. ഇനി വിധി വരുമ്പോഴറിയാം ആ റിപ്പോർട്ടുകൾ കോടതി എങ്ങനെയാണ് പരിഗണിച്ചതെന്ന്. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ഒരിടവേള കൂടി. 5 മണി വാർത്തയിലേക്ക് വീണ്ടും. ഫുഡ് കോർട്ട് ശൃംഖലയിലേക്ക് കടന്ന് ശാന്തഗിരി ആശ്രമം. തിരുവനന്തപുരം ചാലയിൽ ആദ്യ കേന്ദ്രം തുറന്നു. ആഹാരത്തോടൊപ്പം ആരോഗ്യമെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വ്യാപകമായി ഭക്ഷണ കേന്ദ്രങ്ങൾ തുറക്കുന്നത്. സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ആദ്യ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാഹിത്യകാരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ സബീർ തിരുമല പങ്കെടുത്തു. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പ്രപഞ്ചയാഗത്തിന് തുടക്കമായി. നേപ്പാളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള യാഗാചാര്യന്മാർ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന പ്രപഞ്ചയാഗം ഏപ്രിൽ 6 വരെയാണുള്ളത്. യാഗശാലയിൽ പുലർച്ചെ അരണിയിൽ നിന്ന് ജ്വലിപ്പിച്ച അഗ്നി ഹോമകുണ്ഡത്തിൽ പകർന്നതോടുകൂടിയാണ് പ്രപഞ്ചയാഗത്തിന് തുടക്കമായത്. ബാലത്രിപുരസുന്ദരി ദേവി മുഖ്യപ്രതിഷ്ഠയായ പൗർണമിക്കാവ് മറ്റൊരു മഹായാഗത്തിന് കൂടി വേദിയാകുന്നു. നേപ്പാളിലെ പശുപതിനാഥ്
ബദരീനാഥ്, കേദാർനാഥ്, പത്മനാഭസ്വാമി ക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം തുടങ്ങി 108 പുണ്യകേന്ദ്രങ്ങളിലെ മുഖ്യ പുരോഹിതർ പ്രപഞ്ചയാഗത്തിന് കാർമ്മികത്വം വഹിക്കും. അഘോരി പരമ്പരയിലെ ശ്രീ ശ്രീ കൈലാസപുരിയാണ് യാഗാചാര്യൻ. പത്ത് തലമുറ ചെയ്തിരിക്കുന്ന സുഹൃതമായ പുണ്യമാണ് തലമുറയ്ക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഈ യാഗശാലയിൽ ഒരു കന്യാകാൻ കഴിയുന്നതാണ് ഓരോ ഭക്തന്റെയും പുണ്യമെന്ന് പറയാൻ വേണ്ടി അവസരം വിനിയോഗിക്കുന്നു. പഞ്ചമുഖ ഗണപതി, ഹാലാസ്യ ശിവൻ, പരാശക്തി, നാഗദേവകൾ തുടങ്ങി നിരവധി ഉപദേവകളുടെ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. മാസത്തിൽ 2 തവണയെ നട തുറക്കൂ. പൗർണമിക്കും അത് കഴിഞ്ഞു വരുന്ന 2ാമത്തെ വെള്ളിയാഴ്ചയും. എന്താണ് പിതൃക്കൾ, എന്താണ് പിതൃശുദ്ധി, എന്താണ് ചെയ്യേണ്ടത്, ഏത് പൂജയാണ് ചെയ്യേണ്ടത്, കുടുംബകലകം, സന്താനഭാഗ്യമില്ലായ്മ, കുടുംബത്തിലെ എന്ന് വേണ്ട സാമ്പത്തിക പ്രശ്നം, സ്വസ്ഥതയില്ലായ്മ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം. കഴിഞ്ഞ വർഷം 10 ദിവസം നീണ്ട മഹാകാളിയാഗം നടന്നിരുന്നു. പ്രപഞ്ച നന്മയ്ക്കും ജീവരാശിയുടെ രക്ഷയ്ക്കുമായാണ് യാഗം നടത്തുന്നത്. യാഗശാല കാണാനെത്തുന്ന തീർത്ഥാടകർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. നിരവധി അധ്യാപകർ ഇന്ന് അധ്യാപന ജീവിതത്തോട് വിട പറഞ്ഞ ദിവസമാണ്. അതിൽ വ്യത്യസ്തമായ ഒരു കഥ പറയാനുണ്ട് തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ ഷേർലി സ്റ്റുവർട്ട് എന്ന അധ്യാപികയ്ക്ക്. അച്ഛൻ അധ്യാപകനായ കോളേജിൽ അച്ഛൻ്റെ ശിഷ്യയായി ഒടുവിൽ അതേ കലാലയത്തിൽ വൈസ് പ്രിൻസിപ്പലായി വിരമിക്കുമ്പോൾ ഉള്ളം നിറഞ്ഞ സന്തോഷത്തിലാണ് ഈ അധ്യാപിക. 2.5 പതിറ്റാണ്ടോളം മാർ ഇവാനിയോസ് കോളേജിൽ അറിവ് പകർന്ന അധ്യാപികയാണ് വിരമിച്ചത്. ആയിരത്തി 1973 എൻ്റെ പപ്പായുടെ കൈപിടിച്ച് മാർ ഇവാനിയോസ് കോളേജിന്റെ പടി കയറിയ അന്ന് ഞാൻ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ട് സർവോദയ വിദ്യാലയ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് എൻ്റെ പപ്പ അധ്യാപകനായിരുന്ന മാർ ഇവാനിയോസ് കോളേജിൽ വന്നതാണ്. ഇന്ന് 2023 50 വർഷം കഴിയുമ്പോൾ ഞാൻ കൃതാർത്ഥതയോടെ അഭിമാനത്തോടെ എല്ലാവരോടും സ്നേഹം മാത്രമായിട്ട് ഞാൻ മാർ ഇവാനിയോസ് കോളേജിന്റെ പടിയിറങ്ങുകയാണ് അധ്യാപികയായിട്ട്. 27 വർഷം നീണ്ടുനിന്ന അധ്യാപിക സബരിയൊടുവിൽ ഞാൻ ഈ കോളേജിനോട് വിട പറയുമ്പോൾ എനിക്ക് ഒരിക്കലും വാക്കുകളാൽ പറഞ്ഞു തീരാൻ പറ്റാത്ത ഒരു ആത്മബന്ധം. കാരണം ഞാൻ മാത്രം ജീവിച്ച ഒരു ജീവിത കഥയുടെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ ഞാൻ അഭിനയിച്ചു തീർത്ത സ്ഥലം ഈ ബഥനിക്കുന്നാണ്. ഇത് എൻ്റെ പപ്പ പ്രൊഫസർ ജെയിം സ്റ്റുവർട്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആണെങ്കിൽ അതിനെല്ലാം കാരണക്കാരനായ ഏക വ്യക്തി. പപ്പ സഞ്ചരിച്ച പാതയിലൂടെ തന്നെ സഞ്ചരിക്കാൻ നിയോഗം ലഭിച്ച ഒരു പ്രിയപ്പെട്ട മകൾ, അല്ലെങ്കിൽ ഞാൻ പറയാം അഭിമാനത്തോടെ പറയും, പപ്പയുടെ കാൽപ്പാടുകളെ പിന്തുടരാൻ ലഭിച്ച ഈ നിയോഗം തന്നെയാണ് എൻ്റെ ജീവിതത്തിന്റെ യാത്രയുടെ കഥ എന്ന് പറയുന്നത്. പപ്പ സഞ്ചരിച്ച പാതയിലൂടെ ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു സങ്കടമുണ്ട്, ഇത് കാണാൻ എൻ്റെ പപ്പ ഇന്നില്ല എന്നുള്ളൊരു സങ്കടം മാത്രം. അപ്പോൾ പപ്പയുടെ വിദ്യാർത്ഥികൾ ഒരു ബാച്ച് പപ്പ പഠിപ്പിക്കുകയും അടുത്ത ബാച്ചിന് ഞാൻ അവരുടെ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. ഇന്ന് എൻ്റെ മോള് കൃപ സുരേഷ് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ അവളിവിടെ സെക്കൻഡ് EC ലിറ്ററേച്ചറിലെ ഒരു വിദ്യാർത്ഥിനി തന്നെയാണ്. അവള് പുറത്തൊക്കെ പോയി പഠിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ബ്രദറിന്റെ മോനുണ്ട്, അവൻ ലിറ്ററേച്ചർ MA പഠിക്കുവാണ് ഇവിടെ തന്നെ. അപ്പോൾ ഒരു പക്ഷേ ആ സ്റ്റുവർട്ട് എന്നുള്ളൊരു പേര് കണ്ടിന്യൂ ചെയ്യാൻ ചിലപ്പോൾ ഭാവിയിൽ ദൈവം അനുഗ്രഹിച്ചാൽ ഇടയുണ്ടാവട്ടെ. മമ്മ ഈസ് നോട്ട് എ ടീച്ചർ, മമ്മ ഈസ് എ ഫ്രണ്ട്. മമ്മ എല്ലാവർക്കും ഒരു അമ്മയാണ്. അപ്പോൾ
I am I am the proudest daughter in the entire world. That എൻ്റെ അമ്മ എനിക്ക് വേണ്ടി, she is not only there for me, she is there for everybody, and I'm so proud of her. For off and on my couch I lay, in silent or in pensive mood. They flash upon my inward eye, which is the bliss of solitude, and then my heart with pleasure fills and dances with the daffodils. അപ്പോൾ ലിറ്ററേച്ചർ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ടാവും, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ പകുതി ക്ലാസ്സും പിന്നെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ജീവിതവുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുകയും പല കുഞ്ഞുങ്ങൾക്കുമുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ കഴിഞ്ഞ 27 വർഷത്തിനിടയിൽ സാമൂഹിക, സാംസ്കാരിക, അഡ്മിനിസ്ട്രേറ്റീവ് രംഗങ്ങളിൽ വളരെ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പോയ ഒരുപാട് കുട്ടികളുണ്ട്. സഞ്ജു സാംസൺ വളരെ പ്രശസ്തനായൊരു ക്രിക്കറ്ററായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ അഭിമാനമാണ്. സഞ്ജു ഈ ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും മാർ വാല്യൂസ് കോളേജിലെ ഒരു അധ്യാപികയായി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കുട്ടികളോടൊപ്പമുള്ള നിമിഷങ്ങളാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഞാൻ അവരെ ഒരുപാട് വഴക്ക് പറയും, ചീത്ത പറയും, അടിക്കും ഒക്കെ ചെയ്യും. പക്ഷേ അതോടൊപ്പം ഞാൻ അവരെ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ഞാൻ എപ്പോഴും സമയം കണ്ടെത്തിയിട്ടുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ച ഒരു പാഠമായിരിക്കും. പപ്പ എന്നോട് പറഞ്ഞിട്ടുള്ളത് ലവ് യുവർ ചിൽഡ്രൻ ദ മോസ്റ്റ് വെൻ ദേ ലീസ്റ്റ് ഡിസേർവ് ഇറ്റ് എന്നാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്നോട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഞാൻ അവർക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചെടുക്കാൻ പോയ ക്രിസ്തുദേവനെ അനുഗമിക്കുന്ന എനിക്ക് അതിനേക്കാൾ ഉപരി ഒരു പാഠം എൻ്റെ പിള്ളേർക്കോ അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവർക്കോ കൊടുക്കാനില്ല. ആദ്യം 1996 ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഉള്ള കുട്ടികൾ ഇന്നും എന്നെ കാണാൻ വന്നിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ബാച്ചിലർ സ്റ്റുഡൻസ് കഴിഞ്ഞ ദിവസം എനിക്കൊരു ഉപഹാരമൊക്കെ ആയിട്ട് ഇവിടെ വന്നു. ഞാൻ അവർക്ക് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എന്നോട് തിരിച്ചു പറയുമ്പോൾ വി ആർ ഫ്രണ്ട്സ് ഫോർ എവർ എന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് ആരായിരുന്നു എന്ന് പറയാ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ടീച്ചർ ഒരിക്കലും റിട്ടയർ ചെയ്യുന്നില്ല. എന്നും അവർ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ. ക്യാമറമാൻ ബിപിൻ മുരളിക്കും റിപ്പോർട്ടർ നന്ദകുമാറിനുമൊപ്പം മാർ വാല്യൂസ് കോളേജിൽ നിന്ന് ന്യൂസ് 18 വേണ്ടി ഡോക്ടർ ഷേർലി സ്റ്റുവർട്ട്. 5 മണി വാർത്തയുടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.